നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി എത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആ ഒരു ശ്രമങ്ങളൊക്കെ വളരെ വേഗത്തിൽ ആവുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു വഴിയിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ അത്തരം ശ്രമങ്ങൾ വളരെ വേഗത്തിൽ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനാൽ തന്നെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ ചില നഷ്ടങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിലോ അവസരങ്ങൾ നഷ്ടപ്പെട്ടതിലോ സാമ്പത്തികം, വീട്, ജോലി അങ്ങനെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പലതും നഷ്ടമായതിൽ വളരെ വലിയൊരു മാനസിക വിഷമം ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും നേരിടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ചില സഹായങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ എങ്ങനെ മറികടക്കണം, അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ്, ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം പലർക്കും ലഭിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി തന്നെ ആയിരിക്കാം ആ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ച് നൽകുന്നത്. പല വ്യക്തികളുടെ രൂപത്തിലും പല സാഹചര്യങ്ങളുടെ രൂപത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല വിധത്തിലുള്ള മാർഗങ്ങൾ തുറന്ന് നൽകുന്നതിലൂടെയൊക്കെ ആ ഒരു ശക്തി നിങ്ങൾക്ക് സഹായം എത്തിച്ച് നൽകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവ തന്നെ വീണ്ടും നിങ്ങളിലേക്ക് വന്ന് ചേർന്നേക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചത് നേടാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേർന്നേക്കാം. എന്തായാലും ഇവിടെ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്ന നഷ്ടങ്ങളിൽ ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. കാരണം നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടി നേട്ടങ്ങൾ, ഇരട്ടി സന്തോഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ്. കൂടാതെ ഇവിടെ ഭാഗ്യം നിങ്ങളുടെ വഴിക്ക് വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളിൽ പല ആളുകളും ഒരു വീട് വാങ്ങുന്ന, പലരും കുടുംബവുമായിട്ട് യാത്രകൾ പോകുന്ന, പലർക്കും കുട്ടികൾ ഉണ്ടാകുന്നൊക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഒരു ഭാഗ്യം വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇപ്പോൾ തൊഴിൽ മേഖലയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അത് കുറച്ചുകൂടി മെച്ചപ്പെടാനായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലം തന്നെ വന്നു ചേരുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്, സാമ്പത്തിക വളർച്ച നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു കുടുംബജീവിതം പലർക്കും കൈവന്നിട്ടുള്ള, അല്ലെങ്കിൽ അത് ഉടനെ കൈവരാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും പരസ്പര പിന്തുണയും സന്തോഷവും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിലമതിക്കണമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഏതോ ഒരു ആശയത്തെ നടപ്പിലാക്കാനായിട്ട് പലരും വളരെയധികം തിടുക്കം കാണിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തോ ചില കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് പലരും ഇപ്പോൾ വളരെയധികം ആവേശം കാണിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആശയത്തെക്കുറിച്ച് നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക എന്ന്. എടുത്തു ചാടി ഒരു കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇവിടെ ഈ ഒരു സമയം ഏത് കാര്യവും വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഈശ്വര അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്.
അകന്നു മാറിപ്പോയവർ തിരികെ നിങ്ങളെ തേടി എത്തുന്നതിനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളോടൊപ്പം എന്തിനും ഏതിനും എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞ് നിങ്ങളോടൊപ്പം സ്നേഹത്തോടെ കരുതലോടെ നിന്നിരുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളെ പിന്നിൽ നിന്നും കുത്തിയ അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ച ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അത്തരമൊരു ചതി നിങ്ങളുടെ സൗഹൃദങ്ങളിലായിരിക്കാം സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട സുഹൃത്തിൽ നിന്നായിരിക്കാം അത്തരമൊരു ചതി വന്ന് ചേർന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ, അങ്ങനെ ഇവിടെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് സ്നേഹിച്ച ഏതോ ഒരു വ്യക്തിയിൽ നിന്നാണ് ഇത്തരമൊരു അനുഭവം നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് വളരെയധികം മാനസിക ശക്തി, മനോബലം ഇവയൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സ് കൈവിട്ട് പോവാതെ ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും മറ്റു പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാനുമൊക്കെയാണ് എന്ന് തന്നെ വിശ്വസിക്കുക. കൂടാതെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് നോക്കി കാണുന്ന ആളുകളെ കാണുന്നുണ്ട്. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ പല ആളുകളിലും ഇപ്പോൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ പുതിയ തീരുമാനങ്ങൾ, പുതിയ പ്ലാനുകൾ, പുതിയ വഴി ഇവയൊക്കെ കണ്ടെത്തണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ വിദേശത്തേക്ക് പോകണം, നിങ്ങളുടെ നിലവിലെ ജോലിയിൽ ഒരു മാറ്റം വേണം, ബന്ധങ്ങളിൽ മാറ്റം വേണം, കൂടാതെ നിങ്ങളുടെ മാനസിക നിലയിൽ ഒരു മാറ്റം വരുത്തണം. അത്തരത്തിൽ നിങ്ങളിൽ പല ആളുകളും പുതിയൊരു ദിശയിലേക്ക് നീങ്ങാനായിട്ട് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് കൂടുതൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അത്തരമൊരു ചിന്ത നിങ്ങളിൽ പലരിലും ഇപ്പോൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഒരു ദേഷ്യത്തിലോ വൈരാഗ്യത്തിലോ ഒക്കെ ഇരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലെ അത്തരം എനർജി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മറ്റു വ്യക്തികളോട് തോന്നുന്ന ആ ഒരു ദേഷ്യം, വൈരാഗ്യം ഇവയൊക്കെ ഇല്ലാതായി അവരുമായിട്ട് വീണ്ടും ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.